ഹായ് എവരിവൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പെർഫെക്റ്റ് ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. സിമ്പിളാണ്, ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമുക്ക് 1/2 kg സ്പോഞ്ച് കേക്കാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു 6 ഇഞ്ച് പാന് ഓയിലൊക്കെ തടവി മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്കൊരു ബൗളെടുത്ത് അതിൻ്റെ മുകളിൽ അരിപ്പ വെച്ച് 1/2 കപ്പ് മൈദ, അതിൽ നിന്നും 2 ടേബിൾ സ്പൂൺ മൈദ മാറ്റി വെക്കുക. അതിന് നമുക്ക് ആവശ്യമില്ല. അതിന് പകരം 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇതിലേക്ക് ആഡ് ചെയ്യുക. ഡാർക്ക് കളർ കൊക്കോ പൗഡർ ആണെങ്കിൽ ഏറ്റവും നല്ലത്. എനിക്കിവിടെ എൻ്റെ കയ്യിൽ ലൈറ്റ് കളർ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഇത് ആഡ് ചെയ്തത് കേട്ടോ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക. അരിച്ചെടുക്കുമ്പോൾ 3 പ്രാവശ്യമായിട്ട് അരിച്ചെടുക്കാനും അത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാനും ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് വേണ്ടത് 2 മുട്ട. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കണം വേണ്ടത്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കാനൊന്നും പാടില്ല, കാരണം നമുക്കത് ഫ്ലഫി ആയിട്ട് കിട്ടത്തില്ല. അപ്പോൾ റൂം ടെമ്പറേച്ചർ ആയതിനു ശേഷം മാത്രമേ മുട്ട പൊട്ടിച്ച് ബീറ്റ് ചെയ്യാൻ പാടുള്ളൂ. അതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഇട്ട് നമുക്ക് ഹൈ സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഇതിലേക്ക് ഇനി വേണ്ടത് 1/2 കപ്പ് പഞ്ചസാരയാണ്. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് പൊടിക്കാത്ത പഞ്ചസാരയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിച്ച പഞ്ചസാര ഉപയോഗിക്കാം. 1/2 കപ്പ് പഞ്ചസാര കുറച്ചായിട്ട് ഉപയോഗിച്ച് ബീറ്റ് ചെയ്തെടുക്കാം. എൻ്റെ ഹസ്ബൻഡാണ് ബീറ്റ് ചെയ്യണത്. എന്നോട് ഹെൽപ്പ് വേണമെന്ന് ചോദിച്ചു. വല്ലപ്പോഴേ ചോദിക്കുകയുള്ളൂ, അപ്പോൾ നമുക്കൊന്ന് മുതലാക്കണ്ടേ. ഹസ്ബൻഡാണ് ബീറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഹൈ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യുക. നിങ്ങൾക്ക് കാണാം ഫ്ലഫി ആയിട്ട് വരുന്നുണ്ട്, വൈറ്റ് കളറായിട്ട് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചെയ്യേണ്ടത് 2 ടേബിൾ സ്പൂൺ ഓയിലാണ്. സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. കേക്കിലൊക്കെ സാധാരണ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബട്ടർ ഉപയോഗിക്കാം. മറ്റു ടൈപ്പ് ഓയിലൊക്കെ ഉപയോഗിക്കുന്നത് അതിൻ്റെ സ്മെല്ല് ഉണ്ടാവും, ഫ്ലേവറും അതിൻ്റെ ആ ഫ്ലേവർ വെളിച്ചെണ്ണയുടെയൊക്കെ ആ ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്കതൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുക. അരിച്ച് വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുക. ഇതിൻ്റെ ഇടയിൽ ഞാൻ 2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു 3 ബാച്ചായിട്ടാണ് ചേർത്ത് കൊടുത്തത്. പാലും അതുപോലെ തന്നെ കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലാണ് മിക്സ് ചെയ്യുന്നത്. ആദ്യത്തെ ബാച്ച് ഇട്ടു, മിക്സ് ചെയ്തു. പിന്നെ രണ്ടാമത്തെ ബാച്ച് ഇട്ടു, അതും മിക്സ് ചെയ്തു. പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിൽ കേട്ടോ. മൊത്തം 2 ടേബിൾ സ്പൂൺ പാലാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ ആ മൈദ എല്ലാം നന്നായിട്ട് മിക്സ് ആവുന്നവരെ നമ്മളത് കട്ട് ആൻഡ് ഫോൾഡ് രീതിയിൽ മിക്സ് ചെയ്യുക. ഇനി നമ്മളുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പാനിലേക്ക് നമ്മളുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് നമ്മളുടെ ആ പാത്രം ഒന്ന് തട്ടിക്കൊടുക്കുക. എന്തിനാ തട്ടുകയെന്ന് വെച്ചാൽ അതിൻ്റെ ബാറ്ററിൻ്റെ ഉള്ളിൽ എയർ ബബിൾസൊക്കെ ട്രാപ്പായി കിടപ്പുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് തട്ടിക്കൊടുക്കുന്നത്. തട്ടിക്കൊടുത്തതിന് ശേഷം നമ്മളുടെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച പാത്രം, ഓവൺ അല്ല കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്, നമുക്ക് പാത്രത്തിലും ബേക്ക് ചെയ്യാം കേട്ടോ. ചുവട് കട്ടിയുള്ള ഒരു പാത്രം 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വയ്ക്കുക. ആ പാത്രത്തിൻ്റെ ഉള്ളിൽ റിങ്ങോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നമ്മളുടെ ഈ പാൻ ഇറക്കി വെക്കുക. ഗ്യാസ് സിമ്മിലിട്ട് വെക്കുക.
എന്നിട്ട് പാത്രം അടച്ച് വെച്ച് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും വെയിറ്റ് ഉള്ള ഒരു സാധനം കയറ്റി വെക്കുക കേട്ടോ. ഒരു 35 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ കേക്ക് റെഡിയായി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. എല്ലാ സൈഡും വെന്തോന്ന് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണേ. അപ്പോൾ സൂപ്പർ സോഫ്റ്റായ കേക്ക് റെഡി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബായ്.